ഹലോ മച്ചാ, രണ്ടാമത് നമ്മുടെ രാത്രി ഇറങ്ങിയിട്ടുണ്ട്. ഇവന്മാർക്ക് രാവിലെ എന്ത് ചായ കുടിക്കുക, ഞാൻ ലക്ഷണ മിൽക്ക് ഷേക്കൊക്കെ നമ്മൾ കുടിക്കത്തുള്ളൂ. രാവിലെ തന്നെ ഏതോ പമ്പ് കണ്ട് ഇവൻ ബാത്റൂമിൽ പോയി. ഞങ്ങൾ പോകാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാത്റൂമിൽ വെള്ളം പോലും ഒഴിക്കാണ്ട് ഇറങ്ങി ഓടി വന്ന വരവായി കാണാൻ കണ്ട് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ വലിയൊരു ഗുണ്ടയാണെന്ന്. തല മുട്ടയെ കഴിച്ച് ഭയങ്കര സ്റ്റൈലാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കാണ് ആകെ പേടി. നമ്മളവിടെ കാലത്തേക്ക് വീട് നമ്മൾ 2 ദിവസം കയറാക്കിയിട്ടുണ്ട്. കുടിയും തന്നെ എല്ലാം അതിനകത്ത് തന്നെയാണ്. കണ്ടാൽ തന്നെ അറിയാം ഇവിടുത്തെ മുണ്ടൊക്കെ കുടിച്ച് ഇവ രാവിലെ പള്ളി പോലും വെച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ സ്റ്റൈലിന് ഒരു കുറവില്ല. രാവിലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ എടുക്കണമെന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞെടുപ്പിക്കുന്ന വീഡിയോ. നമ്മൾ പിന്നെ ഏത് വഴിക്ക് ഇറങ്ങിയാലും പാവങ്ങളെ സഹായിക്കും. പണ്ട് ഉസ്താദ് പറഞ്ഞിട്ട് ദാനം ചെയ്യുന്നത് നല്ലതാണ്. ആ പാത നമ്മൾ അതേപടി പിന്തുടരും. മുംബൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ എത്തിയുള്ളൂ ഇതുവരെ. നമ്മുടെ ഫ്രണ്ടിന്റെ റൂം ബാംഗ്ലൂരിൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ യാത്ര എടുത്തു. ഹൈവേ കൂടെ ഒക്കെ പോകുന്നത് ഇൻഡിക്കേറ്റർ അല്ല. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അതിന് വേണ്ടി ഇൻഡിക്കേറ്ററിന്റെ ഒരു ബൾബ് നമ്മൾ ചെറുതായിട്ട് ഷോപ്പിൽ കയറി ബൾബ് മാറി നമ്മൾ അവിടെ. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോയത് ബാംഗ്ലൂർ നെഹദി മന്തി കഴിച്ചു. നമ്മൾ ഇങ്ങനത്തെ മന്തി ആദ്യം കഴിക്കുന്നത് എന്തോ ലെബനിഷ് എന്നൊക്കെ പേര് പറയുന്നത്. പക്ഷേ എന്തായാലും മസ്റ്റ് ട്രൈ സാധനമാണ്. മന്തിയും കഴിച്ചതിന് മുംബൈക്കുള്ള ആഗ്രഹം. പക്ഷേ നമ്മളെന്തായാലും പമ്പിൽ പണിക്ക് കയറി. ഇനി അവിടെ നിന്ന് ബാക്കി 3-4 ദിവസമായിട്ട് നമ്മുടെ വീടും ബാത്റൂം എല്ലാം വണ്ടി തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എങ്ങനെയും ടൂർ പോയാലേ പറ്റത്തുള്ളൂ. എന്റെ ഈ കോലം കണ്ടാണ് കടയിലെ ഭായിമാരെ പ്ലേറ്റ് എടുക്കാൻ വന്ന പോലെയാണ്. എന്നോട് കടയിൽ കയറിയതേ പറഞ്ഞ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാൻഡേർഡിൽ നമ്മൾ VIP ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശരി. ഇന്ന് എന്തായാലും റൂം എടുക്കലൊന്നും ഇല്ല. അതുകൊണ്ട് ഫുഡ് കഴിച്ച കടയിൽ തന്നെ വലിയൊരു കട്ടയിട്ട് നമ്മളിവിടെ കിടക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഭായിമാരെ പോലെ ജീവിതം. എന്തായാലും ഇത്രയല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കമന്റ് വിത്ത് ഫോളോ.